സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സ്ട്രോങ് റൂമേഴ്സ് ആയിട്ട് ഇപ്പോൾ 2-3 ദിവസം നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് അൻവർ റഷീദ് മമ്മൂട്ടി ചിത്രം. ഇത് ഇത്രമാത്രം സ്ട്രോങ് ആണുള്ള കാരണം ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഖാലിദ് റഹ്മാന്റെ സിനിമ മാറിയ ശേഷം പുത്രൊരു സംവിധാനം വരുന്നു. എന്തായാലും ഖാലിദ് റഹ്മാനെക്കാട്ടിൽ മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനമായിരിക്കണം. അതുകൊണ്ട് അൻവർ റഷീദ് ആണ് എന്നുള്ള രീതിയിൽ ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട് റൂമേഴ്സാണ്. അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്നു, ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മാണം, മമ്മൂട്ടി നായകൻ. എന്തായാലും ഈ സിനിമ നടക്കാനുള്ള ചാൻസ്, അൻവർ റഷീദ് സംവിധാനമുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ കാണുന്ന റീസണിൽ ഒന്ന്, അൻവർ റഷീദിന് ഇപ്പം അങ്ങനെ ഒരു പടം ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ആവശ്യതയില്ല. അൻവർ റഷീദിന് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് താൻ. അൻവർ റഷീദിന്റെ പ്രൊഡക്ഷൻ അമൽനീരുമായിട്ട് ചേർന്ന പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. ആ പ്രൊഡക്ഷൻ കമ്പനിയിൽ ചെയ്യാം. വേണമെങ്കിൽ മമ്മൂട്ടി നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയില്ല. സ്ക്രിപ്റ്റ് കിട്ടാത്തതുകൊണ്ട് മാത്രമായിരിക്കും മമ്മൂട്ടി ഓപ്പൺ ഡേറ്റ് കൊടുത്തേക്കുന്ന സംവിധാനമാണ് അൻവർ റഷീദ്. സ്ക്രിപ്റ്റ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് സംവിധാനം ചെയ്യാതിരിക്കുന്നത്. അന്നേരം ആ ഒരു കാരണത്തിൽ എന്തായാലും ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. രണ്ടാമതൊരു ചാൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ് കിട്ടിയാൽ മാത്രമേ, അതായത് അൻവർ റഷീദിനെ ഇഷ്ടപ്പെടുന്നത്, ബെസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അൻവർ റഷീദിന് ബെസ്റ്റ് സ്ക്രിപ്റ്റ് കിട്ടി അത് ഡയറക്ഷൻ ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രമേ അൻവർ റഷീദ് ചെയ്തുള്ളൂ. കാരണം മണിയം പിള്ളരാജ് പറഞ്ഞാണ് നേരത്തെ നല്ലൊരു അഡ്വാൻസ് കൊടുക്കാമെന്ന് അൻവർ റഷീദിനോട് പണ്ട് പറഞ്ഞപ്പോൾ അൻവർ റഷീദ് പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ, എനിക്ക് നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാലേ ഞാൻ പടം ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഡയറക്ടറാണ് അൻവർ റഷീദ്. അതുകൊണ്ട് ഇത് ഒരു സ്ട്രോങ് റൂമേഴ്സ് മാത്രമാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സിനിമയാണ്, എന്ത് നടക്കും. ചിലപ്പോൾ നാളെ അനൗൺസ്മെന്റ് വന്നേക്കാം. മമ്മൂട്ടി, അൻവർ റഷീദ്, ക്യൂബ്സ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. എന്നാൽ സിനിമയിൽ എന്തും നടക്കും. പക്ഷേ ചാൻസുകൾ കുറവാണെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ കമൻസ് എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും അഭിപ്രായമായിട്ട് ഇട്ടേക്കുക.